ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2142. ഇന്ന് നവംബർ മാസം 11-ാം തീയതി, ഈ ആണ്ടിലെ 315-ാമത്തെ ദിവസത്തിലെത്തി. നമ്മളെല്ലാവരും ക്രിസ്തുയേശുവിന്റെ ശിഷ്യരാണ്. അവനെ അനുഗമിക്കുന്നവരാണ്. ഗുരുവിന്റെ വിളി കേട്ടവരാണ്. അതുകൊണ്ട് തന്നെ അതിനോട് അനുകൂലമായി പ്രതികരിച്ചവരും ചേർന്ന് പ്രവർത്തിക്കുന്നവരുമൊക്കെയാണ്. അങ്ങനെയാണ് പൊതുവെ ഒരു ധാരണ. മത്സ്യം പിടിക്കുന്ന കുറച്ചാളുകളെ ഒരിക്കൽ അവൻ തടുത്തുകൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളിനി മനുഷ്യരെ പിടിക്കുന്ന ഒരു വലിയ ജോലിയിലേക്ക് പ്രവേശിക്കുക. മനുഷ്യരിലേക്ക് എത്താനായിട്ട് എനിക്കും ഒരുപക്ഷെ നിങ്ങൾക്കും ഇനിയും ആവശ്യമുള്ളത് എന്താണ്? കുറെ കൂടി മനുഷ്യ സ്നേഹമാണ്. മനുഷ്യരെയൊക്കെ നമ്മൾ എന്തുമാത്രം തട്ടുകളാക്കി തരംതിരിച്ചാണ് കാണുന്നതും കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും വിലയിരുത്തുന്നതുമൊക്കെ. സാധിച്ചാല് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗം ഒന്ന് വായിക്കാവുന്നതാണ്. അവിടെ ഒരു ശതാധിപനെ കണ്ടെത്താൻ പറ്റും. ശതാധിപന്റെ ദാസന് ഒരു സൗഖ്യം കിട്ടാനായിട്ട് ആ യജമാനൻ നടത്തുന്ന പരിശ്രമങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാവുന്നതാണ്. ആരാണ് ശതാധിപൻ? ഒരു ശതാധിപൻ ഒരു സൈന്യ വിഭാഗത്തിന്റെ തലവനാണ്. അതായത് 100 പടയാളികളുടെ തലവനാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തില് ഈ ഒരു ഭാഗം എന്തുമാത്രം ഹൃദ്യമായിട്ടാണ്. പുതിയ നിയമത്തില് പലയിടങ്ങളിൽ ശതാധിപന്മാരെ കുറിച്ച് പരാമർശമുണ്ട്. അവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനാണ് അദ്ദേഹം. തന്റെ ദാസന്റെ രോഗനിലയെക്കുറിച്ച് ആകുലപ്പെടുന്ന ഒരുവൻ. ശതാധിപൻ തന്റെ ദാസനെ കണ്ടതും കരുതിയതും വെറുമൊരു ദാസനായിട്ടല്ല, ഒരു വേലക്കാരനായിട്ടല്ല, മറിച്ച് സഹോദരനായിട്ടാണ്. മാനവജാതിക്ക് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ ഒരു ക്വാളിറ്റിയാണിത്. മനുഷ്യരെ സഹോദരങ്ങളെ കാണാനായിട്ട് പ്രയാസമായി മാറി. പിന്നെങ്ങനെയാണ് നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റുക? ഇവിടുത്തെ ശതാധിപൻ, ഈ പട്ടാള തലവൻ, തന്റെ ഭൃത്യനോട് കാണിക്കുന്ന അസാധാരണ സ്നേഹവും പരിഗണനയും പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും. യജമാനന്മാരിൽ നിന്നും അടിമകളായ ഭൃത്യന്മാർക്ക് ഇതൊന്നും സാധാരണ രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒന്നല്ല. അടിമകളെ പൊതുവെ മൃഗങ്ങൾക്ക് തുല്യരായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നതും കാണുന്നതുമൊക്കെ. അവിടെ നിന്ന് ഇയാൾ അത്ര വ്യത്യസ്തനാണ്. തന്റെ ദാസന്റെ സൗഖ്യത്തിനു വേണ്ടി ഇയാൾ എന്തുമാത്രം ഇടപെടുന്നു. ഇയാളിലെ മനുഷ്യ സ്നേഹിയെ നമുക്കൊന്നും കൂടി പരിചയപ്പെടാം, മാതൃകയാക്കാം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.